തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണയുണ്ടാക്കിയെന്ന ആരോപണത്തെ തുടർന്ന് പാലക്കാട് മുസ്ലിം ലീഗിൽ വൻ പൊട്ടിത്തെറി. ലീഗ് നേതൃത്വത്തിനെതിരെ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം രംഗത്തെത്തി. വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണയുണ്ടാക്കി മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നീക്കം നടന്നുവെന്നാണ് പ്രധാന ആരോപണം. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് നടത്തേണ്ട പ്രസ്താവന, അത് ചന്ദ്രഗിരിയോട് അറിയിക്കേണ്ട പ്രസ്താവന ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പാർലമെന്റ് ബോർഡ് കൂടാതെ പല വാർഡുകളിലും തർക്കങ്ങൾ ചർച്ച പോലും ചെയ്യപ്പെടാതെ വന്ന പരാതികൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മാനദണ്ഡങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമാണ്. ഇതിലെല്ലാം കൃത്യമായി ജില്ലാ മുസ്ലിം ലീഗ് ഘടകത്തിന്, അതിന് പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഘടകത്തിന് കൃത്യമായി അറിഞ്ഞിട്ടും കണ്ണുകുത്തി കളിയാണ് ജില്ലാ മുസ്ലിം ലീഗ് ഘടകം നടത്തുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. വ്യക്തിപരമായി ഞങ്ങൾ ആരെയും ആശ്രമിക്കും, ഞങ്ങളത് ബഹുമാനിക്കുന്ന നേതാക്കന്മാരുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലെ ഭരണസമിതിയില് BJP ഒരിക്കലും ഭരണം തുടർച്ചയുണ്ടാകുന്നത് തികച്ചും ജനാധിപത്യത്തിലേക്കുന്ന ഒരു കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായി, അതുകൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് അറിയിക്കാനാണെന്ന് വിളിച്ചത്. അരുണാലത്തൂർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, വിശദാംശങ്ങൾ. പാലക്കാട് മുസ്ലിം ലീഗിനകത്ത് ഈ വെൽഫെയർ പാർട്ടിയെ ചൊല്ലി വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ധാരണ ഉണ്ടാക്കിയെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലും തൊട്ടടുത്തുള്ള പഞ്ചായത്തായ പിരായിരി പഞ്ചായത്തിലുമാണ് വെൽഫെയർ പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പിന് ഏതായാലും ഒരുങ്ങിയിരിക്കുകയാണ് മുൻ ലീഗ് ഭാരവാഹികൾ. ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോൾ നീക്കം ഉണ്ടായിരിക്കുന്നത്. നഗരസഭയിൽ 3 സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ മുൻ ഭാരവാഹികൾ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമാന രീതിയിൽ പാലക്കാട്ടെ ലീഗ് നേതൃത്വം വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. വെൽഫെയർ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF എത്തിക്കാനുള്ള ഒരു ശ്രമം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പാർട്ടിയെയും പ്രവർത്തകരെയും ഇത് ദുർബലപ്പെടുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ കണ്ട് പരാതി അറിയിച്ചിട്ടും ഇത് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നത്. ഏതായാലും പാലക്കാട് നഗരസഭയിൽ വെൽഫെയർ പാർട്ടിക്ക് കഴിഞ്ഞ തവണ ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സീറ്റ് ഉൾപ്പെടെ ലഭിച്ചത് ലീഗിന്റെ പിന്തുണയോടെ കൂടിയാണ്. അതായത് വെൽഫെയർ പാർട്ടി, നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി തീവ്ര മുസ്ലിം മതമൗലികവാദ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ സംഘടനയെ, ആ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് തന്നെ ശ്രമിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ജനകീയ കൂട്ടായ്മ, അതായത് ലീഗിനുള്ളിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഏതായാലും അതിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അവർ സ്വന്തം നിലയ്ക്ക് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് മത്സരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പാലക്കാട് നഗരസഭയിലും തൊട്ടടുത്തുള്ള പിരായിരി പഞ്ചായത്തിലുമാണ് ഇവർ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഏതായാലും നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഒട്ടിക്ക് ഈ മുസ്ലിം ലീഗ് ഈ SDPI-യെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് പാലക്കാട്ടെ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, അവരെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള ശ്രമങ്ങൾ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിയെ ഉൾപ്പെടെ അറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിപ്പോൾ ജനകീയ കൂട്ടായ്മയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അരുണാലത്തൂർ വിശദാംശങ്ങൾ നൽകിയത്.